ബുർഹാൻ വാണി ഒരു ഫ്രീഡം ഫൈറ്റർ ആണെന്ന് പറഞ്ഞവർ തന്നെയാണ് ഇന്ന് പഹൽഗാമിൽ ഈ ക്രൂരത നടത്തിയവർ വേണമെങ്കിൽ ഫ്രീഡം ഫൈറ്റേഴ്സ് ആവാന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് ഈ 370 എടുത്തു മാറ്റിയെന്നുള്ളതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അതിന് കുറേ കാരണങ്ങളുണ്ട്. അത് മാത്രമല്ല, ഇത് പലരും അറിയാത്തൊരു കാര്യമുണ്ട്. ഈ അഫ്ഗാൻ ഗവൺമെൻറ് ഉള്ള സമയത്ത് കുറേയധികം ടെററിസ്റ്റുകളെ അവർ ജയിലിൽ പിടിച്ചിട്ടുണ്ട്. ഇതിൽ ചില ടെററിസ്റ്റുകൾ ലഷ്കർ ഫൈറ്റേഴ്സാണ്, ചിലർ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഫൈറ്റേഴ്സാണ്. ഇവരെല്ലാം താലിബാൻ ഭരണത്തിൽ കയറിയപ്പോൾ തുറന്നു വിട്ടു. കശ്മീരി അല്ലാത്ത ആരെങ്കിലും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യും. ഇതാണ് പാകിസ്ഥാൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ അവർ നടത്തിയ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ സമയത്ത് ഇന്ത്യയുടെ ഒരു മിലിറ്ററി ഓഫീസർ ഈ കല്ലേറ് നടന്നപ്പോൾ കല്ലെറിഞ്ഞ ഒരാളെ പിടിച്ച് ആർമി ജീപ്പിൻ്റെ ഫ്രണ്ടിൽ കെട്ടിയിട്ടിട്ട് ഓടിച്ചു. ബ്ലാക്ക് ലിസ്റ്റിലേക്ക് തള്ളപ്പെട്ടാൽ പാകിസ്ഥാൻ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടില്ല, പാകിസ്ഥാൻ ലോൺ പോലും കിട്ടില്ല. പാകിസ്ഥാൻ ഇക്കണോമി ഓൾറെഡി നശിച്ചത് പിന്നെയും ട്രംബിൾ ചെയ്യും. ഏകദേശം 2010 വരെയുള്ള കഥ നമ്മൾ നോക്കി. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പാർലമെൻറ്റ് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്, ട്രെയിനിൻ്റെ തീവെപ്പ് നടന്നിട്ടുണ്ട്, മുംബൈ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട്. അങ്ങനെ കുറേ അധികം ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നമ്മൾ ഓൾറെഡി കണ്ടു. 2010 ശേഷം കുറച്ച് ചേഞ്ചസ് വന്നു തുടങ്ങുകയാണ്. ഓബ്വിയസ്ലി ടെറർ ഇൻഡസ്ട്രി ഒത്തിരി അധികം ബലൂൺ ചെയ്തിട്ടുണ്ട്. ജെയ്ഷെ മുഹമ്മദ് ഉണ്ട്, ലഷ്കർ എ തയ്ബ ഉണ്ട്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ ഉണ്ട്, അതുപോലെ കുറേ അധികം ഓർഗനൈസേഷൻസ് ഉണ്ട്. പക്ഷേ ഇവർ 2014-15 തൊട്ട് ഇവരുടെ ആക്ടിവിറ്റീസ് കുറച്ച് മാറ്റി. അതായത് മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം കുറച്ചൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. കാരണം ഇവർ പോസ്റ്റർ ബോയ്സിനെ ക്രിയേറ്റ് ചെയ്തു. പോസ്റ്റർ ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെ പോലുള്ള ടെററിസ്റ്റുകളെ ഇവർ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. അതായത് ഈ മുഖം കശ്മീർ വാലിയിൽ വളരെയധികം ഫേമസ് ആയി തുടങ്ങി. ഇവരുടെ പ്രത്യേകത ഇവരെ ട്വിറ്റർ ബോയ്സ് എന്നും വിളിക്കും. പാകിസ്ഥാൻ്റെ ഒരു ഡോക്ടറിൻ നമ്മൾ ഡീക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഇവരെ നെറ്റ്വർക്ക് 12 എന്നാണ് വിളിക്കുന്നത്. നെറ്റ്വർക്ക് 12 എന്ന് പറഞ്ഞാൽ 12 വ്യക്തികൾ, എല്ലാവരും യൂത്ത് ആയിരിക്കും, എല്ലാവർക്കും കശ്മീരിൽ വളരെയധികം പോപ്പുലാരിറ്റി ഉണ്ടാവും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. അപ്പോൾ എന്തെങ്കിലും ടെറർ അറ്റാക്ക് നടത്തിയതിന് ശേഷം ഇവരെന്ത് ചെയ്യും? ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ അക്രമത്തിനെതിരെ ഞങ്ങൾ അറ്റാക്ക് അഴിച്ചു വിട്ടു, കശ്മീർ ജനതയ്ക്ക് സ്വന്തം റൈറ്റ്സ് വേണം, ഇങ്ങനെയൊക്കെ ഇവർ ട്വീറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇവർ ഫേസ്ബുക്കിൽ സഹതാപതരംഗം മാത്രമല്ല, അവിടുത്തെ ചില യൂത്തിനെ ഇന്ത്യക്ക് എതിരെ കൊണ്ടുവരാനും ഇവരെ യൂസ് ചെയ്യും. ഇതിലൊരു പ്രധാനപ്പെട്ട ആളായിരുന്നു ബുർഹാൻ വാണി. ബുർഹാൻ വാണി 2016 കൊല്ലപ്പെടുന്നത്. ഇന്ത്യൻ മിലിറ്ററി അല്ല കൊന്നത്, ജമ്മു കശ്മീരിൻ്റെ സ്പെഷ്യൽ ഫോഴ്സസാണ് ബുർഹാൻ വാണിയെ കൊന്നത്. പക്ഷേ ബുർഹാൻ വാണി ഞാൻ പറഞ്ഞ ഒരു പോസ്റ്റർ ബോയാണ്. ഇദ്ദേഹത്തെ പാകിസ്ഥാൻ ഒരു ഹീറോയെ പോലെയാണ് കശ്മീർ വാലിയിൽ പൊട്രേ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ജനം വളരെയധികം ബുർഹാൻ വാണിയുടെ മരണത്തോടെ ഇന്ത്യൻ ഗവൺമെൻറ് എതിരെ പോകുന്നു. ഒത്തിരി അധികം, എല്ലാവരും ഞാൻ പറയില്ല. പക്ഷേ ബുർഹാൻ വാണിയുടെ അടക്കത്തിന് സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ വന്നു ചേരുന്നത് ഈ ഒരു ഇൻഫ്ലുവൻസ് കാരണം. ഇത് പാകിസ്ഥാൻ്റെ പ്രോജക്റ്റാണ്. അത് ഹി വാസ് എ ഹിസ്ബുൾ കമാൻഡർ, ഹിസ്ബുൾ മുജാഹിദ്ദീൻ്റെ ഭാഗമായിരുന്നു ബുർഹാൻ വാണി. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബുർഹാൻ വാണി മരിച്ചപ്പോൾ പാകിസ്ഥാനിലെ ഒഫീഷ്യലായ പല ആൾക്കാർ, ഇനി അവരുടെ അതിനുവേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ബുർഹാൻ വാണി ഒരു മാർട്ടിയറാണ്, രക്തസാക്ഷിയാണ്, ഒരു ഹീറോ ആണെന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ ഏറ്റവും എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ നവാബ് ഷരീഫും പറഞ്ഞിരുന്നു ഇദ്ദേഹം ഒരു ഹീറോ ആണ്, കരിസ്മാറ്റിക് ആണെന്ന്. സാർ അത് തന്നെയല്ലേ ശരിക്കും എക്സാക്ട്ലി ഇപ്പോഴും സംഭവിക്കുന്നത്. അതായത് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഡെപ്യൂട്ടി PM പറഞ്ഞത് എന്താ, ഇപ്പോൾ ഈ പഹൽഗാം ഇഷ്യൂ നടക്കുന്നതും എന്താണ്, ചിലപ്പം എന്താ പറയുക രാജ്യസ്നേഹികളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളാവാം എന്ന് പറഞ്ഞത്. അതെ, സെയിം പാറ്റേൺ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അന്ന് 2016 ബുർഹാൻ വാണി ഒരു ഫ്രീഡം ഫൈറ്റർ ആണെന്ന് പറഞ്ഞവർ തന്നെയാണ് ഇന്ന് പഹൽഗാമിൽ ഈ ക്രൂരത നടത്തിയവർ വേണമെങ്കിൽ ഫ്രീഡം ഫൈറ്റേഴ്സ് ആവാന്ന് പറയും. ഇത് ഇവരുടെ ഇരട്ടത്തമാണ്. നിങ്ങൾ നോക്കി, ഇത്രയും ഹീനിയസ് ആയിട്ടുള്ള ഒരു ആക്ട് ചെയ്ത ഒരാളെ ഫ്രീഡം ഫൈറ്റർ ആവാന്ന് പറയണമെങ്കിൽ ആ പറയുന്ന എസ്റ്റാബ്ലിഷ്മെന്റിന്റെ മൈൻഡ് സെറ്റ് നമ്മൾ ചിന്തിക്കണം. ദേ ആർ വെരി പ്രോ ടെററിസം. ഇന്ത്യ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം അവർക്കുള്ളൂ. ഒരു കണിക പോലും നമ്മൾ കാണുന്നില്ല. എന്നാ 28 പേരെ കൊന്നു കളഞ്ഞ് ഒരു കാര്യമില്ലാതെ കൊന്നു കളഞ്ഞവരെ അവരെ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല. ദേ വേർ സിവിലിയൻസ്. അതേസമയം ഈ അറ്റാക്ക് മിലിറ്ററിയുടെ എതിരെ നടത്തിയത് 28 പട്ടാളക്കാരെ കൊന്നിരുന്നെങ്കിൽ അതും നമ്മൾ ഇന്ത്യക്കാർക്ക് വിഷമമുണ്ടാവും. പക്ഷേ അതൊരു ആംഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എതിരെ യുദ്ധമാണ്. സിവിലിയൻസിനെ കൊല്ലുന്നതിൽ എന്ത് രീതിയിലുള്ള യുക്തിയാണ്? എന്നിട്ട് അവരെ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ന് വിളിക്കുന്നതിൽ ഒരു തരത്തിലുള്ള യുക്തി ഞാൻ കാണുന്നില്ല. നമ്മൾ പട്ടാളക്കാരായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇതിനെ 28 പേര് കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയായിട്ട് കാണാൻ പറ്റുള്ളൂ. രണ്ട് ശക്തികൾ തമ്മിലുള്ള യുദ്ധത്തിൽ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. 2019 നമ്മൾ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞിട്ട് പ്രത്യേക എന്താ പറയുക ഒരു യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റിയല്ലോ. ഇതിന്റെ ഫലമായിട്ട് നമുക്ക് ഇന്ത്യക്ക് ടെററിസം കുറക്കാനോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് ഈ 370 എടുത്തു മാറ്റിയെന്നുള്ളതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അതിന് കുറേ കാരണങ്ങളുണ്ട്. കശ്മീർ ഇന്ത്യയുടെ ഒരു ഇൻ്റഗ്രൽ പാർട്ട് തന്നെയാണ്. ഇത് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ 370 എടുത്തു കളഞ്ഞത്. അതുകൂടാതെ കുറേ വേറെ കാരണങ്ങളുണ്ട്. വേറെ കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കശ്മീരിൻ്റെ എക്കണോമി ഓബ്വിയസ്ലി ഇന്ത്യയായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിക്കഴിഞ്ഞാൽ കൂടുതൽ എക്കണോമി ബൂം ചെയ്യും. അതുപോലെ കശ്മീരിലെ സ്ത്രീകൾക്ക് പ്രോപ്പർട്ടിയിൽ ഇൻഹെറിറ്റൻസ് ഇല്ല. ഇപ്പോൾ കശ്മീരിലെ സ്ത്രീ പുറത്തു പോയി കല്യാണം കഴിച്ചാൽ പ്രോപ്പർട്ടിയുടെ ഇൻഹെറിറ്റൻസ് പ്രശ്നം വരും.
അപ്പോൾ പ്രോപ്പർട്ടിയുടെ ഇൻഹെറിറ്റൻസ്, അവരുടെ മക്കൾക്ക് ഇൻഹെറിറ്റൻസ് പ്രശ്നം വരും, മക്കൾക്ക് അവകാശം കിട്ടില്ല. അപ്പോൾ ഈ സ്ത്രീകൾക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും അധികാരങ്ങൾ കിട്ടാൻ ഈ ഒരു 370-യുടെ അബോളിഷൻ, പിന്നെ അതുപോലെ 35A-യുടെ അബോളിഷനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ ദളിത്സിന് പ്രശ്നം നേരിട്ടുണ്ട്. അപ്പോൾ ദളിത്സിൻ്റെ കാര്യങ്ങളും, റിസർവേഷൻ ഇല്ല കാശ്മീരിൽ ദളിത്സിനും പലർക്കും, അപ്പോൾ അതിനകത്തും ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് പരിഹരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ലഡാക്കിലുള്ളവരുടെ കൾച്ചർ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവരെ ഒരു യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റി. അപ്പോൾ അവരുടെ ആവശ്യങ്ങളും അവിടെ അംഗീകരിച്ചതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ജനറലി കാണുന്ന കാര്യങ്ങൾ. ടെററിസത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഇതൊക്കെ കൊണ്ട് മാത്രമാണോ 370 2019 തന്നെ നമ്മൾ മുറിച്ചു കളഞ്ഞു? മിക്കവരുടെയും വിചാരം ഇതൊക്കെ തന്നെയാണ് കാരണം. പക്ഷേ ഹിഡൻ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ട്രംപ് അതിൻ്റെ ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. കശ്മീറും അന്താരാഷ്ട്ര കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ട്രംപ് പറഞ്ഞെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള കശ്മീർ പ്രശ്നം വേണമെങ്കിൽ ഞാൻ മീഡിയേറ്റ് ചെയ്യാമെന്ന് ട്രംപ് പറഞ്ഞു. അപ്പോൾ അത് ഇന്ത്യക്ക് ഒരിക്കലും താല്പര്യം, ഇന്ത്യക്ക് വേറൊരു ബാഹ്യശക്തിയും ഇതിനകത്ത് കയറി ഇടപെടുന്നത് താല്പര്യമേ ഇല്ല. അപ്പോൾ അതൊന്നാമത്തെ കാര്യം. പിന്നെ 2019 അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം കടുക്കുകയാണ്. അപ്പം താലിബാൻ പവറിലേക്ക് വരുമോ എന്നുള്ളത് ഒരു സംശയമാണ്. അന്ന് തൊട്ടേ അമേരിക്കയ്ക്ക് ഇതറിയാം, ഇന്ത്യക്കും ഓബ്വിയസ്ലി നമുക്ക് ഒരു ധാരണയുണ്ട്, ഉൾക്കാഴ്ചയുണ്ട്. താലിബാൻ വരും. അപ്പം താലിബാൻ വരുമ്പോൾ പാകിസ്ഥാനും താലിബാനുമായിട്ട് ഒരു നെക്സസ് വരാം. പാകിസ്ഥാനിൽ ഒരു ഗ്രൂപ്പുണ്ട്, ഹക്കാനി നെറ്റ്വർക്ക്, താലിബാൻ തന്നെ ആയിട്ടാണ് അവരെ പറയുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഈ താലിബാൻ്റെ റിസോഴ്സ് ഉപയോഗിച്ച് കശ്മീരിലൊരു ഇഷ്യൂ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഇത് പലരും അറിയാത്തൊരു കാര്യമുണ്ട്. ഈ അഫ്ഗാൻ ഗവൺമെൻറ് ഉള്ള സമയത്ത് കുറേയധികം ടെററിസ്റ്റുകളെ അവർ ജയിലിൽ പിടിച്ചിട്ടിട്ടുണ്ട്. ഇതിൽ ചില ടെററിസ്റ്റുകൾ ലഷ്കർ ഫൈറ്റേഴ്സാണ്, ചിലർ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഫൈറ്റേഴ്സാണ്. ഇവരെ എല്ലാം താലിബാൻ ഭരണത്തിൽ കയറിയപ്പോൾ തുറന്നു കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള ഒരു ഐഡിയ ആർക്കറിയാം? ഇന്ത്യക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ 2019 തന്നെ എന്ത് ചെയ്തു? 370 എടുത്തു കാട്ടി. അല്ലെങ്കിൽ പാകിസ്ഥാൻ താലിബാനിലുള്ള ചില റിസോഴ്സ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡറിലുള്ള ചില റിസോഴ്സിനെ ഉപയോഗിച്ച് കശ്മീർ കൂടുതൽ വഷളാക്കിയാണ്. ഇതിനു മുമ്പ് ചെറിയ തോതിൽ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ വിചാരിച്ച പോലെയല്ല നടക്കുന്നത്. അത് നമുക്ക് പിന്നെ പറയാം. കാരണം താലിബാനെ കൊണ്ട് പാകിസ്ഥാൻ ഇപ്പം ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് വേറെ ചോദ്യം. ദാറ്റ് വി വിൽ അഡ്രസ് ലേറ്റർ. അപ്പോൾ ടെററിസത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. 2019 ശേഷം എന്താ ഉണ്ടായെന്നുള്ളത് മേജർ ചോദ്യം അതായിരുന്നല്ലോ. ഇപ്പോൾ 2019 ശേഷം നടന്നെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആദ്യം ചെയ്തത് ഇന്ത്യ കശ്മീറുകളെ ഉപദ്രവിക്കുന്നു, കശ്മീരിൻ്റെ ഓട്ടോണമി കളഞ്ഞെന്ന് പറഞ്ഞ് ഒരു ഇൻ്റർനാഷണൽ ക്യാമ്പയിൻ ഇളക്കി വിട്ടു. അതായത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയോടെ പോയി പറയുകയാണ്, UN പോയി പറയുകയാണ്, ഇത് ചെയ്തത് ശരിയല്ല, ഇന്ത്യ കശ്മീരിനെതിരെ ശരിയല്ല, അവരുടെ പരിരക്ഷകൾ എടുത്തു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. പക്ഷേ അവരെ സപ്പോർട്ട് ചെയ്തത് ആകെ 2 രാജ്യമുള്ളൂ. ഒന്ന് ഇറാനും ഒന്ന് നമ്മുടെ ടർക്കിയുടെ ഉദ്ദേശങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇറാൻ്റെ കേസിൽ അവരുടെ പ്രൈം മിനിസ്റ്ററുകളൊന്നും അല്ല നമ്മുടെ എതിരെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നത്, അവരുടെ സുപ്രീം ലീഡറായി ഇപ്പോൾ ന്യൂസുകളിലുള്ള ആയത്തുള്ള ഖൊമേനി. ഇത് പലപ്പോഴും ആയത്തുള്ള ഖൊമേനിയും ചെയ്യാറുണ്ട്, ടർക്കിയിലെ പ്രസിഡന്റും ചെയ്യാറുണ്ട്. ഈ 2 രാജ്യങ്ങളല്ലാതെ ഒരു രാജ്യവും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തില്ല. 370-യുടെ എതിരെ ആരും പറഞ്ഞതുമില്ല. സർപ്രൈസ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൗദി പോലുള്ള പല രാജ്യങ്ങളും, നമ്മുടെ ഗൾഫ് റീജിയനിൽ വരുന്ന രാജ്യങ്ങളൊന്നും തന്നെ ഇതിനകത്തൊന്നും പറഞ്ഞില്ല, പാകിസ്ഥാനെ അനുകൂലിച്ചൊന്നും സമ്മതിച്ചില്ല. പരോക്ഷമായിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുമോ? നമ്മൾ അറിയാതെ പ്രത്യക്ഷത്തിൽ അവർ പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു കാലം വരെ ഇങ്ങനെയുള്ള സപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. അതിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് ചോദിച്ച ചോദ്യത്തിൽ നിന്ന് തിരിച്ചു വരാം. അപ്പോൾ ആദ്യം പാകിസ്ഥാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ കശ്മീരിനെതിരെ ഇന്ത്യ ദ്രോഹം ചെയ്തു എന്ന് കാണിക്കാൻ ശ്രമിച്ചു. പിന്നെ ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റർ ബോയ്സിനെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവരെ ഉപയോഗിച്ച് ചെറിയ സ്ട്രൈക്ക് നടത്തി. പിന്നെ അവർ ചെയ്തൊരു കാര്യം, വലിയ അറ്റാക്കിന് പകരം ഇൻഡിവിജ്വൽ പേഴ്സൺസിനെ ഉപയോഗിച്ച് അറ്റാക്ക് നടത്താം. അതും അറ്റാക്ക് നടക്കുന്നത് ആരെയാണ്? കശ്മീരിലുള്ളവരെ അവർ അറ്റാക്ക് ചെയ്യില്ല, പുറത്തുനിന്ന് വിസിറ്റിന് ടൂറിസത്തിന് വന്നവർ ഇപ്പം ചെയ്തതുപോലെ അതിൻ്റെ ഒരു ചെറിയ വെർഷൻ, 10-50 പേരെയോ 20 പേരെയോ എല്ലാം അറ്റാക്ക് ചെയ്യുന്ന 1-2 പേരെ പോലീസിനെ അറ്റാക്ക് ചെയ്യുക. അപ്പോൾ ഇൻഡിവിജ്വൽ അറ്റാക്ക് ആകുമ്പോൾ ഇത് നമ്മുടെ ഏജൻസികൾക്ക് മണത്തറിയാൻ പാടായിരിക്കും. ഇവർ ഇൻഡിവിജ്വൽ അറ്റാക്ക് ചെയ്തു. അതും അറ്റാക്ക് ചെയ്ത കൂടുതൽ ആരെയാണ്? പുറം രാജ്യങ്ങൾ അല്ലെ പുറത്തെ സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടെ വർക്ക് ചെയ്യാൻ വന്നവരുണ്ട്. കാരണം കശ്മീരിൽ 370 എടുത്തപ്പോൾ നമ്മൾ എന്താ വിചാരിച്ചത്? ബാക്കി ഇന്ത്യക്കാരോട് ഇവിടെ വരും. അപ്പം അങ്ങനെ പണിക്ക് വന്ന ആൾക്കാരുണ്ടാവും, അവരെ അറ്റാക്ക് ചെയ്യുന്നു. ഹിന്ദു പോപ്പുലേഷനിൽപ്പെട്ട ചിലരെ, സിഖുകളെ വരെ അറ്റാക്ക് ചെയ്ത ചരിത്രമുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ, അതായത് കശ്മീരി അല്ലാത്ത ആരെങ്കിലും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യുക. ഇതാണ് പാകിസ്ഥാൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ അവർ നടത്തിയ വേറൊരു കാര്യം കൂടെ ഈ സമയത്ത്. കല്ലേറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫിദായിൻ അറ്റാക്കിൽ കല്ലേറ് വളരെയധികം രൂക്ഷമായി. ഓക്കെ, ഇപ്പം നമ്മൾ പലസ്തീനിൽ പോയി കഴിഞ്ഞാൽ ഇംതിഫാദ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കല്ലേറുകളുണ്ടായി. പക്ഷേ കല്ലേറിൻ്റെ ഇടയ്ക്ക് നടന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമി അങ്ങനെ കല്ലെറിയുന്നവരുടെ പ്രതികരിക്കുന്നത് എന്താണ്? റാഷിദിൻ്റെ നമ്മൾ വെടിവെക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ സിറ്റിസണാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ലെഡ് പെല്ലറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് അടിക്കുന്നത്. ലെഡ് പെല്ലറ്റിന് ഒരു പ്രശ്നമുണ്ട്, ഇത് ക്ലോസ് റേഞ്ചിൽ കണ്ണിൽ പോയാൽ കാഴ്ച പോവും.
അപ്പോൾ പ്രശ്നം വെച്ചാൽ കശ്മീരിലെ പലരുടെയും കാഴ്ച പോയി. അത് കുട്ടികളുടെ ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ കല്ലെറിയുന്നതിൻ്റെ ഇടയ്ക്ക് കുട്ടികളെയും പിടിച്ചു നിർത്തും. ആർമി തിരിച്ച് പെല്ലറ്റും കൊണ്ട് റിട്ടാലിയേറ്റ് ചെയ്യുമ്പോൾ കുട്ടികളുടെ കാഴ്ച പോകും. അതിൻ്റെ പിക്ചർ പാകിസ്ഥാൻ്റെ കിട്ടും. അവർ ഇൻ്റർനാഷണൽ മീഡിയയിൽ ഇന്ത്യൻ സൈന്യം കശ്മീരികളെ ആക്രമിക്കുന്നു എന്നുള്ളൊരു പ്രൊപ്പഗണ്ട അങ്ങ് പരത്തും. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഏജൻസി ഇത് സോൾവ് ചെയ്യാൻ മുളക് ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലും സാധനം ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അത് ഹിറ്റായില്ല, അത് വർക്ക് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, പിന്നെയും ഈ പെല്ലറ്റ് തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം കൂടെ നമ്മൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. ഇന്ത്യയുടെ ഒരു മിലിറ്ററി ഓഫീസർ ഈ കല്ലേറ് നടന്നപ്പോൾ കല്ലെറിഞ്ഞ ഒരാളെ പിടിച്ച് ആർമി ജീപ്പിൻ്റെ ഫ്രണ്ടിൽ കെട്ടിയിട്ടിട്ട് ഓടിച്ചു. അതും ഈ പാകിസ്ഥാനെ പോലുള്ള രാജ്യം എന്ത് ചെയ്തു, പുറത്തുള്ള ഇന്റർനാഷണൽ മീഡിയയിൽ ഇട്ട് പരത്തി ഇന്ത്യൻ സൈന്യം ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ സൈന്യവും പാകിസ്ഥാൻ സൈന്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ പറഞ്ഞ സൈനികനെതിരെ നടപടി നമ്മുടെ ഗവൺമെന്റ് എടുത്തു. അല്ലാതെ സൈനികൻ ചെയ്ത ശരിയാന്ന് പറഞ്ഞ് മെഡൽ കൊടുക്കുകയല്ല നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ പാകിസ്ഥാൻ ചെയ്ത കാര്യങ്ങൾ ഓർക്കുക. 370 കഴിഞ്ഞ് ലോകം മൊത്തം ഇന്ത്യ കാശ്മീരിനെതിരെ പ്രശ്നം നടത്തി, കാശ്മീർ ജനത ദ്രോഹിക്കുന്നു എന്നുള്ള പ്രൊപ്പഗൻഡ ക്യാമ്പയിൻ നടത്തി, ഇൻഡിവിജ്വൽ അറ്റാക്സ് കൂട്ടി, എക്സ്പെഷ്യലി മൈഗ്രൻസിന് വരുന്നവരെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ കല്ലേറിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ റിട്ടാലിയേഷൻ നടന്നു. ആ കല്ലേറിനിടയ്ക്ക് കശ്മീരികൾക്ക് പരിക്കേറ്റു. ഇതിനെ ഇന്ത്യയുടെ ആൻറ്റി കാശ്മീർ സ്റ്റാൻസ് ആയിട്ട് എല്ലായിടത്തും ഈ പാകിസ്ഥാൻ കാണിക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നു. ഈ പറയുന്ന 2019 ശേഷം നടന്ന കാര്യങ്ങൾ. ഈ പഹൽഗാം അറ്റാക്ക് ഏറ്റെടുത്തിരിക്കുന്ന TRF എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ്. പക്ഷേ ഈ TRF എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ റോൾ എന്താണെന്ന് വ്യക്തമായി പറയാം. അപ്പം ഞാൻ പറഞ്ഞു വന്ന കഥ ചെറുതായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമ്മൾ പറഞ്ഞു ഓൾറെഡി കുറേയധികം ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ പാകിസ്ഥാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജെയ്ഷെ മുഹമ്മദ് ഉണ്ട്, ലഷ്കർ എ തൈബ ഉണ്ട്, ഹിസ്ബുൾ മുജാഹിദീനുണ്ട്. ഇവരെന്തെങ്കിലും ടെററിസ്റ്റ് അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ ഇന്ത്യ ഓബ്വിയസ്ലി പാകിസ്ഥാൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ഈ കുറ്റം ആരോപിക്കും. അത് പ്രൂവ് ചെയ്യാനും നമ്മൾ ശ്രമിക്കും. ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി നമ്മൾ കാണിച്ചു കൊടുക്കും. എന്താ കാണിച്ചു കൊടുക്കുന്നത്? ലോകത്തുള്ള എല്ലാ തീവ്രവാദവും നടത്തുന്നത് പാകിസ്ഥാനാണ്. നമ്മൾ പലപ്പോഴും എവിഡൻസ് കൈമാറുന്നുണ്ട്. ഇൻ്റർനാഷണൽ മീഡിയയുടെ മുമ്പിൽ പാകിസ്ഥാൻ്റെ പേര് ഒന്നുകൂടെ നശിക്കും എന്ന് പറഞ്ഞാൽ അവരിത് ചെയ്യുന്നില്ലെന്ന് ആരും പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ കുറച്ചുകൂടി എവിഡൻ്റ് ആവും. പാകിസ്ഥാൻ ഇസ് ദ മദർഷിപ്പ് ഓഫ് ടെററിസം. ഇന്ത്യക്കാർ പറഞ്ഞതാണ്. അതുപോലെ ഇന്ത്യ പലപ്പോഴും പാകിസ്ഥാനെ ഒരു ടെററിസ്റ്റ് രാജ്യമായിട്ടാണ് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസിലും നമ്മളിത് ആവർത്തിക്കാറുണ്ട്. പാകിസ്ഥാൻ്റെ ഉള്ള പേര് ഇനിയും നശിക്കും. ഇതിൻ്റെ ചില ഫലങ്ങളുണ്ട്. പാകിസ്ഥാനെ ചിലപ്പം FATF ബ്ലാക്ക് ലിസ്റ്റിലേക്ക് തള്ളാൻ സാധ്യതയുണ്ട്. FATF നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിയണ്ട. ഈ FATF മണി ലോണ്ടറിങ്ങിനെതിരെയും ടെററിസ്റ്റ് ഫിനാൻസിനെതിരെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇവരുടെ ഈ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് പാകിസ്ഥാൻ തള്ളപ്പെട്ടാൽ, ഗ്രേ ലിസ്റ്റിലായാൽ തന്നെ പ്രശ്നമാണ്, ബ്ലാക്ക് ലിസ്റ്റിലേക്ക് തള്ളപ്പെട്ടാൽ പാകിസ്ഥാൻ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടില്ല, പാകിസ്ഥാൻ ലോൺ പോലും കിട്ടില്ല, പാകിസ്ഥാൻ എക്കണോമി ഓൾറെഡി നശിച്ചത് പിന്നെയും ക്രംബിൾ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. പാകിസ്ഥാൻ എന്ത് ചെയ്യണം? ഈ ബ്ലെയിം സ്വന്തം ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം സ്റ്റേറ്റിൽ നിന്ന് മാറ്റണം. അപ്പോൾ പാകിസ്ഥാൻ TRF പോലുള്ള ഓർഗനൈസേഷനെ ക്രിയേറ്റ് ചെയ്തു. ശരിക്കും ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ആരുടെ തന്നെ ഒരു പ്രോക്സിയാണ്? ലഷ്കർ എ തൈബയുടെ തന്നെ പ്രോക്സിയാണ്. അതുപോലെ വേറെ ഗ്രൂപ്പുണ്ട്, നമ്മുടെ പീപ്പിൾസ് ആൻറ്റി ഫാസിസ്റ്റ് ഫ്രണ്ട്. ഇത് ജെയ്ഷെ മുഹമ്മദും ലഷ്കറും കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു പ്രോക്സിയാണ്. പക്ഷേ ഇവരുടെ പേര് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്. ഇസ്ലാമികമായ ഒരു കാര്യം ഇതിനകത്ത് വരില്ല, മതത്തിൻ്റെ ഒരു കലർപ്പ് ഇതിനകത്ത് കാണില്ല. പിന്നെ പീപ്പിൾസ് ആൻറ്റി ഫാസിസ്റ്റ് ഫ്രണ്ട്, ഫാസിസത്തിനെതിരെ പോരാടുന്ന ഗ്രൂപ്പ്. ഇവരെന്താ കാണിക്കാൻ ശ്രമിക്കുന്നത്? ഇന്ത്യൻ ഗവൺമെൻറ് ഫാസിസ്റ്റാണ്, ഇന്ത്യൻ ഗവൺമെൻറ് കശ്മീരുകളെതിരെ പ്രവർത്തിക്കുന്നു. അപ്പം എന്താണ്, അതിനെ എതിർക്കുന്ന ചിലർ ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അറ്റാക്ക് നടത്തുന്ന ആരാണ്? ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ തിന്മകൾ പേടിച്ച് അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവരൊരു ടൈപ്പ് ഫ്രീഡം ഫൈറ്റേഴ്സ് പോലെ. അപ്പോൾ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ആണെങ്കിലും പീപ്പിൾസ് ആൻറ്റി ഫാസിസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും രണ്ടുപേരും ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്യുന്ന തെറ്റുകളുടെ എതിരെ ഫൈറ്റ് ചെയ്യുന്നവരാണ്. അല്ലെങ്കിൽ കശ്മീരിക്കെതിരെ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നവർ. പോരാളികളെ പോലെ ഇവരെ കാണിക്കാൻ ശ്രമിക്കും. ബട്ട് ഇൻ റിയാലിറ്റി അവർ ലഷ്കറിൻ്റെയും ജെയ്ഷയുടെയൊക്കെ പ്രോക്സി തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഇവരൊരു അറ്റാക്ക് ചെയ്താൽ പാകിസ്ഥാൻ പറയും ഇത് ഞങ്ങളിത് ചെയ്തതല്ല, ഇത് കശ്മീരിലുള്ള പ്രശ്നം നേരിടുന്നവർ തന്നെ ഇന്ത്യക്കെതിരെ ചെയ്തതാണ്. അതാണ് ഇപ്പോഴും നേരത്തെ റാഷിദ് ചോദിച്ചതുപോലെ ഇവർ പറയുന്നത്, അവർ ഫ്രീഡം ഫൈറ്റേഴ്സ് ആയേക്കാം. അപ്പോൾ ഇത്രയും നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെൻറ്റാണ് പാകിസ്ഥാൻ്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ഒരു ഉദ്ദേശം സിമ്പിളാണ്, ഇതുപോലുള്ള ഗ്രൂപ്പുകളെ ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം പ്രശ്നം അവർ ഏറ്റെടുക്കാതിരിക്കുക, അതുപോലെ ഈ ടെററിസ്റ്റ് അറ്റാക്ക് ഇന്ത്യക്കാർ തന്നെ ഇന്ത്യക്കാരെതിരെ ചെയ്യാമെന്ന് വരുത്തി തീർക്കുക. പാകിസ്ഥാന് റോളില്ല, പ്രശ്നങ്ങളുണ്ടാക്കുക, പേര് നഷ്ടപ്പെടാതെ പ്രശ്നങ്ങളുണ്ടാക്കുക. ഇത് തന്നെയാണ് റിയാലിറ്റി. അപ്പോൾ ചിലപ്പോൾ ഈ ഇടയ്ക്ക് ഉള്ള അറ്റാക്കിൽ ചില റിലീജിയസ് ആംഗിൾ ചിലർ പറയുന്നുണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അതിനകത്തൊരു പാകിസ്ഥാന് നഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പീപ്പിൾസ് ആൻറ്റി ഫാസിസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും TRFൻ്റെ ആണെങ്കിലും അവരുടെ സെക്യുലർ മുഖം ഇതോടെ നഷ്ടപ്പെട്ടു. അവർ സെക്യുലർ അല്ലെന്നുള്ളത് എല്ലാവർക്കും ഇപ്പം മനസ്സിലായി. നിങ്ങളൊരു UPSC ആസ്പിരൻ്റ് ആണോ? കുറഞ്ഞ പക്ഷം നിങ്ങൾക്ക് ഈ രാജ്യത്തിൻ്റെ എക്കണോമി, ഹിസ്റ്ററി, ജോഗ്രഫി, സെക്യൂരിറ്റി, സൊസൈറ്റി മുതലായ വിഷയങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് ആണെങ്കിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് ഞങ്ങളെ എഴുതി അറിയിക്കാം.
തീർച്ചയായും അടുത്ത വീഡിയോയിൽ നമ്മളത് ചർച്ച ചെയ്യുന്നതായിരിക്കും.